ഇന്നലെ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ മാങ്ങകൾ. ഇത് മാങ്ങാക്കാളം വയ്ക്കുന്ന മാങ്ങയാണേ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇന്നലെ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ട്രെയിൻ മൊത്തം ഇതിൻ്റെ സ്മെല്ലെടുക്കുമായിരുന്നേ. ഞാൻ അറിയാത്ത പോലെ ഇരിക്കേണ്ടായേ. മാങ്ങാക്കാളൻ ഏറ്റവും ഈസി ആയിട്ടൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഇന്ന് നമുക്കൊരു മാങ്ങാക്കാളം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. തേങ്ങയും ഇന്നലെ അമ്മ നാട്ടിൽ നിന്ന് തന്നു വിട്ടതാണ്. അപ്പോൾ ഒരു പിടി തേങ്ങ എടുക്കുക, അതിലോട്ട് കുറച്ച് തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ആവശ്യത്തിനിടുക, ഉപ്പും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ അരച്ചെടുക്കണേ. റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പം എന്തായാലും ട്രെൻഡിങ് ആയി നിൽക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അവർ പറഞ്ഞ പോലെ തന്നെ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത തേങ്ങ അടുപ്പത്തിരിക്കുന്ന മാങ്ങയിലോട്ട് മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ വറുത്തിടുമ്പോൾ അതിൽ എണ്ണയ്ക്ക് പകരം നെയ്യാണ് കേട്ടോ ഇത്തവണ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ആ റെസിപ്പിയിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈസി മാങ്ങാക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ മാങ്ങാക്കാളം മാത്രമല്ല കേട്ടോ, ഒരുപാട് കറികളുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.